റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ അമേരിക്ക സംഘർഷം കൂടുതൽ വഷളാകുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് റഷ്യയ്ക്കാണെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് റഷ്യയ്ക്ക് കൂടുതൽ വരുമാനം നേടാൻ സഹായിക്കും. ആ വരുമാനം യുദ്ധ ചെലവുകൾക്ക് ഉപയോഗിക്കാനാകുമെന്നതിനാൽ റഷ്യ ഇറാനെ നയതന്ത്രപരമായും മറ്റ് മേഖലകളിലും പിന്തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇറാനിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് നിലവിലെ സാഹചര്യം വലിയ വെല്ലുവിളിയാണ്. വ്യാപാരവും കപ്പൽ ഗതാഗതവും തടസ്സപ്പെടുന്നത് ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നതിനാൽ എങ്ങനെയെങ്കിലും ഈ സംഘർഷം അവസാനിപ്പിക്കുകയോ ചർച്ചകളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ചൈന. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലച്ചുകിടക്കുന്ന ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ പാകിസ്ഥാൻ ഇടനിലക്കാരാകണമെന്ന് ചൈന പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെയും ചെങ്കടലിലെയും ഗതാഗത തടസ്സങ്ങൾ ചൈനയുടെ വ്യാപാരത്തെയും ഊർജ്ജ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നതിനാലാണ് ബെയ്ജിംഗ് ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൻ്റെ ഭാഗമായി ഇറാനിയൻ ഉന്നത പ്രതിനിധികളും പാകിസ്ഥാൻ നേതൃത്വവും തമ്മിൽ ചർച്ചകൾ നടത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മേഖലയിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കങ്ങളെ വിലയിരുത്തുന്നത്. അതേസമയം അമേരിക്കയുടെ നിലപാടിലും വലിയ മാറ്റമില്ല. ഇസ്രയേലുമായി ചേർന്ന് ഇറാനെതിരെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്ന സൂചനകളാണ് കഴിഞ്ഞ മാസങ്ങളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ചില നിരീക്ഷകർ മുൻപ് നടന്ന സമാനമായ നയതന്ത്ര ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി വിവിധ സാധ്യതകൾ ചർച്ച ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണമില്ല. ഇന്നത്തെ യുദ്ധവിരാമങ്ങളിലേക്ക് വരുമ്പോൾ ഇറാൻ ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ജോർദാൻ, ബഹ്റിൻ, ഇറാഖിലെ എർബിൽ മേഖല എന്നിവിടങ്ങളിലായുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചില ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ടെങ്കിലും അവയുടെ ആധികാരികത സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ജോർദാനിലെ അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ട് മരണവും പരിക്കുകളും ഉണ്ടായെന്ന അവകാശവാദങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കയുടെ സൈനിക നടപടികൾ താരതമ്യേന കുറഞ്ഞുവെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിടാമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ മാറ്റമെന്ന് ചില സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. UAE, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രധാന തന്ത്രപ്രധാന പങ്കാളികളായതിനാൽ അവിടങ്ങളിലേക്കുള്ള ആക്രമണം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നു. അതിനാൽ അമേരിക്ക കൂടുതൽ സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന വിലയിരുത്തലുകളുമുണ്ട്. അതേസമയം ജർമ്മനി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പുകൾ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ സാഹചര്യം വഷളാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ മേഖലകളിൽ വിമാന സർവീസുകളെക്കുറിച്ചും വിവിധ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഓരോ വിമാന കമ്പനിയും വിമാനത്താവള അധികാരികളും നൽകുന്ന ഔദ്യോഗിക അറിയിപ്പുകളാണ് ഈ കാര്യത്തിൽ വിശ്വസനീയമായത്. ഇസ്രയേൽ സുരക്ഷാ ഒരുക്കങ്ങൾ ശക്തമാക്കിയതായും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. വരാന്ത്യത്തിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വിവിധ സുരക്ഷാ വിശകലന വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നടത്തിയ പ്രസ്താവനയും ശ്രദ്ധ നേടുകയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ലെന്നും സമ്മർദ്ദവും ബലപ്രയോഗവും കൊണ്ട് രാജ്യത്തെ മാറ്റാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ സുരക്ഷയും ദേശീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയും ഇറാൻ്റെ ദേശീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാന മുൻഗണനകളിലൊന്നാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം ബഹ്റിനിലെ ചില കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന അവകാശവാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഫിഫ്ത്ത് ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, വൈദ്യുതി സൗകര്യങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി അവകാശവാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അവയിൽ പലതും ഇതുവരെ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി വലിയ സൈനിക ഏറ്റുമുട്ടലുകൾ കുറവായിരുന്നെങ്കിലും പലരും ഇതിനെ ഒരു വലിയ സംഭവത്തിന് മുമ്പുള്ള ശാന്തതയാണെന്ന വിലയിരുത്തലാണ്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ സൈനികവും പ്രതിരോധപരവുമായ ഒരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത 2 ദിവസങ്ങൾ നിർണായകമാകുമെന്ന് നിരവധി യുദ്ധവിദഗ്ധരുടെ അഭിപ്രായം.
അതേസമയം അന്താരാഷ്ട്ര തലങ്ങളിലും ഈ സംഘർഷം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇരുപക്ഷവും പരമാവധി സംയമനം പാലിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം സൈനിക ഏറ്റുമുട്ടലിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അത് ആഗോള സമ്പദ്വ്യവസ്ഥയും ഊർജ്ജ വിപണിയെയും കടൽ വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ലോകത്തെ വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ കയറ്റുമതി നടക്കുന്നതിനാൽ അവിടെയുള്ള ചെറിയ തടസ്സം പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകാം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ലോകത്തിലെ പ്രധാന ശക്തികൾ ഒരു വശത്ത് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് ഈ യുദ്ധം കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും ശക്തമായിരിക്കുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളും ദിവസങ്ങളും ഈ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുദ്ധം ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ വിജയമല്ല. അതിൽ പങ്കെടുക്കുന്ന എല്ലാ പക്ഷങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. എന്നിരുന്നാലും നിലവിലെ സാഹചര്യം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായും വ്യക്തമാകും. പുതിയ ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് തുടർ അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കാം.